ഹലോ ഗൈസ്, അപ്പോൾ പണിക്ക് പോയിട്ട് വരാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അളിയനുമായിട്ട് പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അളിയൻ്റെ കൂടെ പണിക്ക് ഹെൽപ്പറായിട്ടാണ് പോകുന്നത്. അങ്ങനെ പണി നടക്കുന്ന സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെൽഡിങ് പണിക്ക് ഹെൽപ്പറായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ വീട്ടിലാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. രാവിലെ തന്നെ നല്ല ചൂടുണ്ട്. ഇവിടെ 2 മേശിരിമാരും കൂടി അളവെടുക്കുന്നുണ്ട്. ഞാനിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഒരു കുപ്പിയൊക്കെ സെറ്റാക്കി വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നല്ല ചൂടുണ്ട്. അങ്ങനെ ഗേറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വെൽഡിങ് അടിച്ച് മാറ്റി ഇട്ടേക്കുവാണ്. അങ്ങനെ എല്ലാം ഒതുക്കിയിട്ട് ഞാനും അളിയനും കൂടി ഫുഡ് മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് 100 രൂപയുടെ 3 ബിരിയാണി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കുഴിമതിക്കാട് പമ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഈ ബിരിയാണി കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ കുടിക്കാനായിട്ട് 2 കുപ്പി വെള്ളമൊക്കെ മേടിച്ച് ബിരിയാണിയൊക്കെ നമ്മൾ മേടിച്ചിട്ട് നേരെ നമ്മുടെ സൈഡിലോട്ട് പോവാം. അങ്ങനെ സൈഡിലെത്തി ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം നമ്മുടെ പണി തുടങ്ങാൻ സമയമായി. ഈ വെൽഡ് ചെയ്തതെല്ലാം ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെ മെഷീനകത്ത് ഗ്രൈൻഡിങ് വീലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി പണി തുടങ്ങാം. അങ്ങനെ ഗേറ്റിന് വേണ്ടുന്ന അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം സമയമായപ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായ കിട്ടിയില്ല, കട്ടൻ ചായയാണ് കിട്ടിയത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഒരു സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒതുക്കിയിട്ട് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അളിയന് ഞാനും കൂടി കാര്യം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായതിനു ശേഷം ഒന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിക്കാനായിട്ട് നമ്മുടെ ഉണ്ണിയണ്ണൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.